കൊച്ചി തീരത്തിൽ മീൻപിടുത്തത്തിന് പോയ വള്ളത്തിൽ കപ്പലിടിച്ചു. പ്രത്യാശ എന്ന വള്ളത്തിലാണ് കപ്പലിടിച്ചത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇതാ 24 ലഭിച്ചത് നിങ്ങൾ കാണിച്ചു തരാം. കൊച്ചിയിൽ നിന്നും നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഉണ്ടായത്? വൈകിട്ട് 5:30 ഈ അപകടം സംഭവിക്കുന്നത്. കൊച്ചി തീരത്ത് കണ്ണമാലിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്ട് 8 നോട്ടിക്കൽ മൈൽ ഭാഗത്താണ് ഈ അപകടം സംഭവിച്ചത്. വൈകിട്ട് 5:30 തന്നെ ഈ അപകടം സംഭവിക്കുമ്പോൾ മത്സ്യബന്ധന വള്ളത്തിൽ കപ്പൽ ഇടിക്കുകയായിരുന്നു. MSC സിൽവർ എന്ന കപ്പലാണ് പ്രത്യാശ എന്ന മത്സ്യബന്ധന വള്ളത്തിൽ ഇടിച്ചത്. ഏതാണ്ട് ഈ 45 പേർ ഈ അപകട സമയത്ത് വള്ളത്തിലുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കുകളൊന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ ഈ മത്സ്യബന്ധന വള്ളത്തിന് കേടുപാടുകൾ സംഭവിച്ചു, വലകൾ നശിച്ചു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പറയുന്നത്. കോസ്റ്റൽ പോലീസിനും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിനും വിവരം അറിയിച്ചിട്ടുണ്ട്. 8 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ പറയുന്ന പ്രധാനമായുള്ള പരാതി 12 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ തന്നെയാണ് മത്സ്യബന്ധനം നടത്തിയിരുന്നത്. എന്നാൽ ആ പരിധിയും ലംഘിച്ചുകൊണ്ടാണ് ഈ ബോട്ട് വന്ന് ഇടിക്കുകയായിരുന്നു. എന്തായാലും ഇടിയുടെ ആഘാതത്തിൽ മത്സ്യബന്ധന വള്ളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഈ കപ്പലിടിച്ച കാര്യം പിന്നീട് കപ്പൽ അധികൃതർ അറിയുകയും പിന്നീട് കപ്പൽ അവിടെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അല്പനേരം ഈ മത്സ്യത്തൊഴിലാളികൾ ഈ കപ്പൽ അവിടെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് യാത്ര തുടർന്നു. കൊച്ചി തീരത്തേക്ക് വരുന്ന കപ്പലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ കോസ്റ്റൽ പോലീസിനും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ഈ മത്സ്യത്തൊഴിലാളികൾ വിവരം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കണ്ണമാലി പ്രദേശത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മത്സ്യബന്ധന വള്ളത്തിന് കേടുപാട് സംഭവിച്ചു തുടർന്ന് മറ്റൊരു വള്ളം എത്തിച്ച് കെട്ടിവലിച്ചാണ് പിന്നീട് ഈ മത്സ്യത്തൊഴിലാളികൾ വള്ളം തീരത്തേക്ക് എത്തിച്ചത്. എന്തായാലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നത് ഏറെ ആശ്വാസകരമാണ്. അതേസമയം തന്നെ വലിയ കേടുപാടുകൾ സംഭവിക്കുകയും അവരുടെ വലകൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ എന്തെങ്കിലും ഔപചാരികമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായോ? ആശ്വാസമായിട്ട് ജില്ലാ കളക്ടർ ലെവലിലുള്ള ആരെങ്കിലും ഈ കാര്യത്തിൽ ഇടപെട്ടോ? ആ നിലയിലൊരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഇതിനകം തന്നെ കോസ്റ്റൽ പോലീസിന് പരാതി കൊടുക്കാൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തും ഉയരുന്നുണ്ട്. കാര്യം ഈ കപ്പൽ അതിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് മേൽ വന്ന് ഇടിക്കുകയായിരുന്നു. ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ കപ്പലുകൾക്കും വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അവരുടെ വലകൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുടർച്ചയായി ഇത്തരമൊരു അപകടങ്ങൾ സംഭവിക്കുന്നു. നേരത്തെ 2012 ശേഷം ഏതാണ്ട് 15ഓളം തവണ ഇത്തരത്തിൽ സംഭവം ഉണ്ടായി എന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അടക്കം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അവിടെ കോസ്റ്റൽ പോലീസിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും തുടർ നടപടിയായി നിതിൻ, ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഐക്യവേദിയിലെ പ്രതിനിധി ചാൾസ് ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ചാൾസ് ജോർജ്, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാധാരണ ഈ കണ്ണമാലിയുടെ ഈ ഭാഗത്തൊക്കെ തന്നെ അപകടങ്ങൾ പതിവാണോ? ഇപ്പോൾ തന്നെ കപ്പൽ കിടക്കുന്ന MSC കിടക്കുന്നത് എൽസാത്രി കിടക്കുന്നത് തന്നെ തോട്ടപ്പള്ളിക്ക് വെറും 14 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. യഥാർത്ഥത്തിൽ 2020 തന്നെ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. കപ്പലുകളുടെ യാത്രാ പാതയെ സംബന്ധിച്ചാണ് തീരുമാനം. ആ തീരുമാനപ്രകാരം എല്ലാ കപ്പലുകളും 50 നോട്ടിക്കൽ മൈൽ 50 കിലോമീറ്റർ പടിഞ്ഞാറ് വെച്ചുകൂടി മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കേവലം 8 നോട്ടിക്കൽ മൈൽ മത്സ്യബന്ധന കേന്ദ്രത്തിൽ വന്ന് കപ്പലിടിച്ചിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും വന്ന് എപ്പോൾ ഇടിച്ചു പോകാം, നിർത്താതെ പോകാം. 15 കപ്പലപകടം ഉണ്ടായില്ല. എന്ത് സംഭവിച്ചു? ഒരു കപ്പലിൽ ഇടിക്കുമ്പോൾ നിർത്താതെ പോവുകയാണ്. അതിനുവേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് തന്നെ യഥാർത്ഥത്തിൽ ഈ IMO ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. ഒരു കപ്പലുകാരെ പാലിക്കാറില്ല. അതുകൂടാതെ കേന്ദ്ര സർക്കാർ തീരുമാനവുമുണ്ട്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഒന്നു ചേർന്നിട്ടാണ് ബഹളം വെച്ചിട്ടാണ് കപ്പൽ നിർത്തിയിട്ടിരിക്കുന്നത്. ഇടിച്ചിട്ട് കപ്പൽ പോവുക. അത് തന്നെ എൻട്രിക്കൽ എക്സിൽ തൊഴിലാളി വെടിച്ചിട്ട് നിർത്താൻ പോവുകയായിരുന്നു. പ്രഭുതയെ ഇടിച്ചിട്ട് നിർത്താണ്ട് പോവുകയുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ എവിടെ പോകും? മത്സ്യബന്ധനം നടത്തും, എവിടെ പോയി ജീവിക്കും, എവിടെ പോയി മീൻ പിടിക്കും? കേവലം 8 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ ക്യാപ്റ്റൻ അറസ്റ്റ് ചെയ്യണ്ടേ? ആര് ചെയ്യും? തൊഴിലാളികൾ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഭാഗ്യത്തിന് കപ്പല് ഇടിച്ച് ബോട്ട് മുറിഞ്ഞു പോയില്ല. ബോട്ടിന്റെ ഒരു ചലങ്കിയെ പോയിട്ടുള്ളൂ. വളം നഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിലും ഇത്തരം കാര്യങ്ങൾ പെരുമാറുന്നവർ പാലിക്കണ്ടേ? മനസ്സിലായി ചാൾസ് ജോർജ്. എന്തായാലും ഈ മീൻവെള്ളത്തിൽ ഇടിച്ചിട്ട് കപ്പലുകൾ കടന്നു പോകുന്നുള്ള അമർഷം മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ പ്രതിനിധി രേഖപ്പെടുത്തുകയായിരുന്നു.
അപ്പോൾ ചില പ്രേക്ഷകർ അത് പറഞ്ഞു. മോഹൻ പറഞ്ഞു SK ഈ പരിധി വിട്ട് മീൻവെള്ളം സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഇടിക്കുക? അപ്പോൾ കപ്പൽ പരിധി ലംഘിച്ചു എന്നാണ്. ആരോ ഒരാൾ പരിധി ലംഘിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.